എ റെഗുലർ പെന്റഗൺ ഓഫ് സൈഡ് 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ വശമുള്ള ഒരു സമപഞ്ചഭുജത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ മലയാളം എന്നുള്ളത്. നമുക്കൊരു റെഗുലർ പെന്റഗൺ വരയ്ക്കാം. ഒരു സൈഡ് 10 സെന്റിമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ ആ റെഗുലർ പോളിഗണിന്റെ 5 സൈഡും റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ റെഗുലർ പെന്റഗണിന്റെ 5 സൈഡ്സ് ഉണ്ടാകും. പെന്റഗൺ ആയതുകൊണ്ട് തന്നെ, പഞ്ചഭുജമായതുകൊണ്ട് തന്നെ 5 സൈഡ്സ് ഉണ്ടാകും. 5 വശങ്ങളും തുല്യമായിരിക്കും. അതേപോലെ തന്നെ 5 കോണുകളും തുല്യമായിരിക്കും. നമുക്ക് വശങ്ങൾ അറിയാം അല്ലെ? വശങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു സൈഡ് 10 സെന്റിമീറ്റർ ആയതുകൊണ്ട് നമ്മൾ 5 സൈഡും 10 സെന്റിമീറ്റർ ആയിരിക്കും. നമുക്കിനി എന്താ വേണം? ആംഗിൾ എത്ര ആണെന്ന് വേണം. അതായത് ഇവിടെ എത്ര ആംഗിൾ ഉണ്ട്? 5 ആംഗിൾ ഉണ്ട്. 5 ആംഗിളും എന്താണ്? തുല്യമാണ്. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സം ഓഫ് ഇന്നർ ആംഗിൾ ഓഫ് എ പോളിഗൺ. എന്താണ്? ഒരു ബഹുഭുജത്തിന്റെ ആന്തരിക കോണുകളുടെ അളവുകളുടെ തുക എന്ന് വെച്ചാൽ അകത്തുള്ള കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് n-2 × 180. n എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് സൈഡ് ആണ്, വശങ്ങളുടെ എണ്ണമാണ്. ഇവിടെ 5 ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്? 5 - 2 × 180 ആണ്. അതായത് നമുക്ക് 3 × 180 ഡിവൈഡ് ബൈ എത്ര കിട്ടും? 540 കിട്ടും. കിട്ടി. അവിടെ കൊണ്ട് തീർന്നോ? എടാ മക്കളെ തീർന്നോ? ഇല്ല. നമുക്ക് 5 കോണുകളുടെ തുകയാണ് 540 കിട്ടിയത്. നമ്മൾ ഓരോ കോണുകളും എത്രയാണെന്ന് ഇവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ഓരോ കോണുകളും റെഗുലർ പെന്റഗൺ ആയതുകൊണ്ട് തന്നെ എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നമുക്കറിയാം ഈച്ച് ആംഗിൾ അല്ലെങ്കിൽ നമുക്കറിയാം ഓരോ ആംഗിളും ഒരു ആംഗിൾ എത്ര ആയിരിക്കും? 1 ആംഗിൾ എത്ര വെച്ചായിരിക്കും? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. 540 ആണ്. ആകെ എത്ര ആംഗിൾസ് ഉണ്ട്? 5 ആംഗിൾസ് ഉണ്ട്. നമുക്കപ്പോൾ എത്ര ഡിഗ്രി കിട്ടും? 108 ഡിഗ്രി കിട്ടും. 108 ഡിഗ്രി. അതായത് താണ്ടെ ഈ ആംഗിള്, ഈ ആംഗിള്, ഈ ആംഗിള്, ഈ ആംഗിള്, ഈ 5 ആംഗിളും എന്താണ്? 108 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് കണ്ടുപിടിച്ചു. ഇനി എന്താണ് വേണ്ടത്? നമുക്ക് ഈ പെന്റഗണിന്റെ ഏരിയ ആണ് വേണ്ടത്. ഞാൻ അതിന് ചെയ്യുന്ന കാര്യം, ഈ പെന്റഗണിന്റെ സെന്ററിൽ നിന്നുകൊണ്ട് ആ വെർട്ടക്സിലോട്ട് 5 ലൈൻസ് വരയ്ക്കുകയാണ്. എന്താണ്? 5 ലൈൻസ് വരയ്ക്കുകയാണ്. നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് വരച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിപ്പം റഫായിട്ട് വരയ്ക്കുന്ന വരകളൊക്കെ കുറേയൊക്കെ വളഞ്ഞും പുളഞ്ഞും ഒക്കെ പോയിട്ടുണ്ട്. കാര്യമൊക്കെ ഉണ്ട. അതിലിപ്പോൾ 5 ത്രികോണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, വളരെ പ്രസക്തമായ കാര്യമാണ്. ഒരു ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും? ഒരു ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനോടൊപ്പം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും? 5 ത്രികോണത്തിന്റെ നമുക്ക് ഏരിയ കിട്ടും. നമുക്കറിയാം മക്കളെ, ഈ ആംഗിൾ ഫുൾ എത്രയാണ്? 108 ആണ്. ഈ ആംഗിളും എത്ര ആണ്? 108 ആണ്. ഇത് ഫുള്ളും 108 ആണ്. ഞാനപ്പം ആകെ ഒരു ത്രികോണം മാത്രമാണ് എടുക്കുന്നത്. ഞാൻ എടുക്കുന്ന ത്രികോണമാണ് ABO. അപ്പൊ ഞാൻ എഴുതാൻ പോയാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABO എഴുതാൻ പോയാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABO. എന്താണ് ട്രയാങ്കിൾ ABOയുടെ ഇക്വേഷൻ? ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം ഹാഫ് BH ആണ്. ബി നമുക്കറിയാം എന്താണ് മക്കളെ? ബി ബേസ് അല്ലെങ്കിൽ പാദം എന്ന് പറഞ്ഞാൽ എന്താണ്? 10 സെന്റിമീറ്റർ ആണ്. നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു? നമുക്കിവിടെ H കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ ബേസ്, ശ്രദ്ധിച്ചു കേൾക്കുക, ഏതാണോ ബേസ് അല്ലെങ്കിൽ പാദം അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടക്സിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ആണ്. എന്താണ്? പെർപെൻഡിക്കുലർ ലൈൻ. എന്താണ്? പെർപെൻഡിക്കുലർ ലൈൻ ആണ്. പെർപെൻഡിക്കുലർ ലൈൻ ആണ്. ഞാനിവിടെ C എന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പം ഈ ഡിസ്റ്റൻസ് ആണ് എനിക്ക് H എന്ന് വേണ്ടത്. ഈ ആംഗിൾ മൊത്തം 108 ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഇത് 54 ആയിരിക്കും. ഇതും എന്തായിരിക്കും? 54 ആയിരിക്കും. ഇത് പെർപെൻഡിക്കുലർ ലൈൻ ബൈസെക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാൻ പറ്റും? ഇത് 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇതും 5 സെന്റിമീറ്റർ ആയിരിക്കും. നമുക്ക് ട്രിഗണോമെട്രി യൂസ് ചെയ്യണം. നമ്മൾ ഏത് പാഠത്തിലെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്? ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. നമുക്ക് അവിടെ ഏത് ട്രയാങ്കിളിന് ആവശ്യം? ഐസോസിലസ് ആണോ? ഇക്വിലാറ്ററൽ ആണോ? അല്ല. ഏതാണ് മക്കളെ? അവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ആവശ്യം. എന്താണ്? എനിക്ക് ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി. ACO. ഞാനത് മാറ്റി വരയ്ക്കുകയാണ്. ആ ട്രയാങ്കിളിന്റെ പേരെന്താണ്? ACO. AOC. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 54 ആണ്. ഇവിടുത്തെ എത്രയാണ് വശം? 5 സെന്റിമീറ്റർ ആണ്.
നമ്മൾ നോക്കി, നമുക്ക് വേണ്ടത് OC ആണ്. നമുക്ക് വേണ്ട എന്താണ്? OC ആണ്. നമ്മൾ പ്രധാനമായിട്ടും 3 ട്രിഗണോമെട്രിക് റേഷ്യൂസ് ആണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് സൈനെക്സ് ആണ്. സൈനെക്സ് എന്ന് വെച്ചാൽ എന്താണ്? സൈനെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, എതിർവശം ബൈ കർണം. രണ്ട് എന്താണ്? കോസെക്സ് ആണ്. എന്താണ്? സമീപവശം ബൈ കർണം അല്ലെങ്കിൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. നമുക്ക് ഏതവനെയാണ് മക്കളെ വേണ്ടത്? നമുക്ക് വേണ്ടത് ഈ OC ആണ്. OC അല്ലേ ഇവിടുത്തെ ഹൈറ്റ് അല്ലെ? OC ആണ് ഹൈറ്റ്. അപ്പൊ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അഡ്ജസന്റ് സൈഡ് ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡ് വേണം. പറയണ മക്കളെ, എന്ത് റിലേഷൻ എവിടെ വരുന്നത്? ടാൻ എക്സ് അല്ലെ? നമുക്കറിയാം എക്സിന് വരെ എത്ര കൊടുക്കാം? ടാൻ 54 കൊടുക്കാം അല്ലെ? അതിന് മുമ്പ് നമ്മൾ ഇതൊന്ന് എഴുതണം, ഈ ഫിഗർ വരച്ചുകൊണ്ട് എഴുതണം. ഇൻ ട്രയാങ്കിൾ ACO അല്ലെങ്കിൽ OAOC എന്ത് വേണമെങ്കിലും എഴുതാം. എന്താ എഴുതാം? ടാൻ 54 ഈസ് ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് എഴുതിക്കോണം. ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ് മക്കളെ? അഡ്ജസന്റ് സൈഡ്. എന്താ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ? ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് OC എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് H എന്ന് കൊടുക്കാം. H ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എത്രയാണ്? 5 ആണ്. നമുക്ക് ടാൻ 54ന്റെ വില ഇവിടെ ആവശ്യമാണ് അല്ലെ? ടാൻ 54ന്റെ വില ആവശ്യമാണ്. ടാൻ 54ന്റെ വില നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കാണാൻ പറ്റും. ഞാനിവിടെ 2 പോയിന്റ് മാത്രമാണ് എടുക്കുന്നത്. ഞാനിവിടെ 1.37 ആണ് എടുക്കുന്നത്. 3 പോയിന്റ് എടുത്താലും പ്രശ്നമില്ല. എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് H ആണ് വേണ്ടത്. 1.37 into 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എന്താ ചെയ്തു? ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എനിക്ക് കിട്ടിയ ആൻസർ എത്രയാണ് മക്കളെ? 6.8 സെന്റിമീറ്റർ ആണ്. എത്രയാണ്? 6.8 സെന്റിമീറ്റർ. നിങ്ങൾ നോക്കേ, നമ്മൾ വലിയ ട്രയാങ്കിൾ അല്ലേ, നമ്മൾ ഈ ചെറിയ ട്രയാങ്കിൾ എടുത്തിട്ടാണ് ഈ ഹൈറ്റ് കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്ക് ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് ബേസ് എത്ര ഉണ്ട്? AOB എന്ന ട്രയാങ്കിളിന്റെ ബേസ് 10 ഉണ്ട്. നമുക്ക് ഏരിയ കാണാമല്ലോ. അപ്പൊ നമ്മൾ ഒന്നും കൂടെ എഴുതുക, ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB എത്രയാണ്? ഹാഫ് BH ആണ്. നമ്മൾ ഒന്നും കൂടെ കൊടുക്കുക, ഹാഫ്. അതേപോലെ എഴുതുക. ബിക്ക് വരെ എത്ര കൊടുക്കുക? 10 കൊടുക്കുക. Hന് വരെ എത്ര കൊടുക്കുക? 6.8 കൊടുക്കുക. ഈ രണ്ടും 10 വെട്ടുന്നു, 5 കിട്ടുന്നു. നമുക്ക് എത്രയാണ്? 5 ഇൻറ്റു എത്രയാണ്? 6.8 ആണ്. നമ്മൾ ചെയ്യാൻ ഏകദേശം 34 സെന്റിമീറ്റർ സ്ക്വയർ വരെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 34 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി. ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയോ? നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇറഗുലർ പോളിഗണിന്റെ ഏരിയ. ഈ സമപഞ്ചഭുജത്തിന്റെ പരപ്പളവാണ്. നമ്മൾ ഈ ഇത്രയും ട്രയാങ്കിൾ ABO അല്ലെങ്കിൽ AOB എന്ന ട്രയാങ്കിളിന്റെ ഏരിയയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. എത്ര? 34 സെന്റിമീറ്റർ സ്ക്വയർ. ABOയെ പോലെ അല്ലെങ്കിൽ AOBയെ പോലെയുള്ള 1, 2, 3, 4, 5 ട്രയാങ്കിൾ ഉണ്ട്. സോ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ എന്താണ്? ഏരിയ ഓഫ് റെഗുലർ പെന്റഗൺ. നമ്മൾ എന്താ ചെയ്യണം മക്കളെ? ദാണ്ടെ ഈ 5 കൊണ്ട് 34നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. 5 കൊണ്ട് 34നെ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 170 അല്ലെങ്കിൽ 170 സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ളത്.